2025 പുതുവർഷ രാവിൽ ഇന്ത്യയിലെ മെട്രോ നഗരങ്ങൾ ആഘോഷങ്ങളിൽ മുഴുകിയപ്പോൾ ആ ആഘോഷങ്ങൾക്ക് പിന്നിൽ വിശ്രമമില്ലാതെ ഓടുന്ന ഒരു വലിയ വിഭാഗം തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുകയായിരുന്നു. സൊമാറ്റോ, സ്വിഗ്ഗി, ബ്ലിങ്കിറ്റ്, സെപ്റ്റോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ ആയിരക്കണക്കിന് ഡെലിവറി എക്സിക്യൂട്ടീവുകൾ ഡിസംബർ 31 അർദ്ധരാത്രി രാജ്യവ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തു. തൊഴിലാളി നിയമങ്ങൾക്ക് കീഴിൽ തങ്ങളെയും ഉൾപ്പെടുത്തുക, അപകട സാധ്യതയേറിയ 10 മിനിറ്റ് ഡെലിവറി രീതി അവസാനിപ്പിക്കുക, സുതാര്യമായ വേതന വ്യവസ്ഥ നടപ്പിലാക്കുക, ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ നൽകുക, പ്രതിമാസം കുറഞ്ഞത് 40,000 രൂപ വേതനം ഉറപ്പാക്കുക തുടങ്ങിയ 6 പ്രധാന ആവശ്യങ്ങളാണ് IFAT, TGPW തുടങ്ങിയ സംഘടനകൾ മുന്നോട്ട് വെച്ചത്. ഇന്ധന ചെലവും വാഹന പരിപാലനവും കഴിഞ്ഞാൽ കിലോമീറ്ററിന് വെറും 20 രൂപയിൽ താഴെ മാത്രം ലഭിക്കുന്ന വരുമാനം, ആൽഗോരിതങ്ങൾ നിശ്ചയിക്കുന്ന കഠിനമായ ടാർഗറ്റുകൾ കാരണം സംഭവിക്കുന്ന അപകടങ്ങൾ, തൊഴിൽ സുരക്ഷയില്ലായ്മ എന്നിവയാണ് ഇവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്നത്. സമരം വലിയ ചർച്ചയായെങ്കിലും കമ്പനികൾ തന്ത്രപരമായി ഇതിനെ പ്രതിരോധിച്ചു. തിരക്കേറിയ സമയങ്ങളിൽ ഓരോ ഓർഡറിനും 150 രൂപ വരെ ബോണസും ദിവസേന 3000 രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവും വാഗ്ദാനം ചെയ്തതോടെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല തൊഴിലാളികളും ജോലിയിൽ തിരികെ പ്രവേശിച്ചു. ഇത് സമരത്തിന്റെ തീവ്രത കുറയ്ക്കുകയും നഗരങ്ങളിലെ വിതരണ ശൃംഖലയെ വലിയ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഈ സമരത്തിൻ്റെയൊക്കെ വളരെ മുൻപേ ഗിഗ് തൊഴിലാളികളുടെ ശബ്ദമായി മാറിയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു. ഭാരത് ജോഡോ യാത്രക്കിടയിൽ അദ്ദേഹം ഡെലിവറി തൊഴിലാളികളുമായി നേരിട്ട് സംവദിക്കുകയും അവരുടെ പരാതികൾ കേൾക്കുകയും ചെയ്തിരുന്നു. റേറ്റിംഗ് അല്ല, അവകാശമാണ് വേണ്ടത്, ഞങ്ങൾ മനുഷ്യരാണ്, അടിമകളല്ല എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഈ കൂടിക്കാഴ്ചകളിലൂടെയാണ് വലിയ ചർച്ചയായത്. ഇത് വെറും വാക്കുകളിൽ ഒതുങ്ങിയില്ല. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഗിഗ് തൊഴിലാളികൾക്കായി പ്രത്യേക സോഷ്യൽ സെക്യൂരിറ്റി ബോർഡുകൾ, ഇൻഷുറൻസ് പദ്ധതികൾ, സുതാര്യമായ കരാറുകൾ എന്നിവ നടപ്പിലാക്കി. ഈ സംസ്ഥാനങ്ങളിലെ മാതൃക രാജ്യവ്യാപകമായി നടപ്പിലാക്കണമെന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന ആവശ്യം. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനേക്കാൾ പ്രധാനം മനുഷ്യന്റെ അന്തസ്സാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. മഴയത്തും വെയിലത്തും കഠിനാധ്വാനം ചെയ്യുന്ന ഈ വിഭാഗത്തിന്റെ ന്യായമായ വേതനവും ബഹുമാനവും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ഓർമ്മിപ്പിച്ചിരുന്നു. പുതുവർഷ രാവിലെ സമരം ഭാഗികമായി മാത്രം വിജയിച്ചെങ്കിലും അത് വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തുമെന്ന് പ്രതീക്ഷിക്കാം. ശതകോടികളുടെ മൂല്യമുള്ള ഈ ഗിഗ് എക്കണോമിയിൽ ലാഭം മാത്രം നോക്കുന്ന കമ്പനികൾക്കും സർക്കാരുകൾക്കും മുന്നിൽ തങ്ങൾ വെറും യന്ത്രങ്ങളല്ലെന്ന് തൊഴിലാളികൾ തെളിയിക്കാൻ ശ്രമിച്ചു. 2026 കടക്കുമ്പോൾ ഈ പോരാട്ടം അവസാനിക്കുന്നില്ലെന്ന് കരുതാം. അന്തസ്സുള്ള തൊഴിലിനും സുരക്ഷിതമായ ജീവിതത്തിനും വേണ്ടിയുള്ള അവരുടെ ശബ്ദം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകേണ്ടതാണ്.